നമസ്കാരം സുഹൃത്തുക്കളെ. വേൾഡ് കപ്പിലെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഏറ്റവും മിന്നിക്കത്തി കളിച്ച താരങ്ങൾ ആരാണ്, താരം ആരാണ്? നമ്മൾ റാഫ് ടോക്സിൻ്റെ ഒരു വിശകലനം എന്ന രൂപത്തിൽ ഈ വേൾഡ് കപ്പിൽ ആദ്യ റൗണ്ടിൽ മിന്നിക്കത്തിയ 5 താരങ്ങൾ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. കാരണം ഓരോരുത്തരും കളിയെ കാണുന്നതും വിശകലനം ചെയ്യുന്നതും വിലയിരുത്തുന്നതുമൊക്കെ വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും എന്നെനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ വ്യത്യസ്തമായിരിക്കും. അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കമൻറ്റ് മാത്രമല്ലെന്നേ, നിങ്ങൾക്ക് റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ നിങ്ങൾക്ക് പോസ്റ്റും ഇടാം. കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങൾക്ക് തന്നെ പോസ്റ്റ് ഇടാം. അത് നമുക്കൊരു ഓപ്പൺ സ്പേസ് ആക്കിയിട്ട് ഈ വേൾഡ് കപ്പിൽ നിങ്ങൾക്ക് കൂടി ഇൻട്രാക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളൊരു ചാനലാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഏതായാലും ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ റാഫ് ടോക്കിൻ്റെ ഒരു പ്ലെയർ പവർ റാങ്കിങ് എന്നോ അല്ലെങ്കിൽ ബെസ്റ്റ് 5 പ്ലെയേഴ്സ് റാങ്കിങ് എന്നോ ഒക്കെ പറയാവുന്ന ഒരു സംഗതി അവതരിപ്പിക്കുകയാണ്. 5 താരങ്ങൾ 5 തുടങ്ങാം. 5 നമ്മൾ പറയുന്നത് യാസിൻ അയാരിയെയാണ്. എന്ന് പറഞ്ഞാൽ സ്വീഡനു വേണ്ടി കളിച്ച, ടുണീഷ്യക്കെതിരെ ഇരട്ട ഗോളുകൾ നേടിയ ടുണീഷ്യൻ വംശജനായ യാസിൻ അയാരി. ആ കളിയിൽ എന്തൊരു കിടിലൻ ഗോളാണ് അവൻ നേടിയത്. ആദ്യ ഗോൾ അവൻ കിടിലൻ ഗോൾ നേടിയിട്ട് അവൻ ആഘോഷിക്കാനൊന്നും പോയില്ല. രണ്ടാമത്തെ ഗോളും അതുപോലെ തന്നെ മികച്ച ഗോളായിരുന്നു. അത്തവണ അവൻ ആഘോഷിച്ചു. ആദ്യ ഗോൾ അടിച്ചിട്ട് ആഘോഷിക്കാതിരിക്കാനുള്ള കാരണം അവൻ പറഞ്ഞു. അവനിങ്ങനെ മാപ്പൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് അവൻ്റെ പിതാവിൻ്റെ നാടാണ് ടുണീഷ്യ. ആ ടുണീഷ്യക്ക് വേണ്ടി കളിക്കാനുള്ള അവസരം അവന് വരികയും ചെയ്തിരുന്നു. പക്ഷേ അവിടെ കളിക്കേണ്ട, തന്നെ വളർത്തി വലുതാക്കിയ, തനിക്ക് ഫുട്ബോളിംഗ് ആയിട്ടുള്ള സപ്പോർട്ട് തന്ന സ്വീഡന് വേണ്ടി കളിക്കാൻ അവൻ തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും ആ കളിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഈ 1-ാം റൗണ്ടിൽ ശ്രദ്ധേയരായ താരങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട 5 താരങ്ങൾ എടുക്കുമ്പോൾ റാഫ് ടോക്സിൻ്റെ ലിസ്റ്റിൽ 5-മനായിട്ട് യാസിൻ അയാരിയാണ്. നാലാമത് മൈക്കൽ ഒലീസയാണ്. വാ, സൂപ്പർ താരം മൈക്കൽ ഒലീസെ. ശരി, ആ കളിയിൽ എംബാപ്പയുടെ ബ്രേസില്ലേ ഉണ്ട്. പക്ഷെ ആ കളിയിൽ ഏറ്റവും മികച്ച പ്രകടനം ഫ്രാൻസിന് വേണ്ടി നടത്തിയത് മൈക്കൽ ഒലീസയാണെന്ന് ഞാൻ പറയും. അത്രത്തോളം മനോഹരമായിട്ട് അദ്ദേഹം കളിച്ചു. മുന്നേറ്റത്തിലേക്കുള്ള പാസുകളും ഫൈനൽ തേർഡിലേക്കുള്ള ബോൾ സപ്ലൈകൾ, അതുപോലെ ഒരു അസിസ്റ്റ്, എല്ലാം കൊണ്ടും നിറഞ്ഞാടി കളിച്ചിട്ടുണ്ട് മൈക്കൽ ഒലീസെ. ആദ്യ പകുതി സെനഗലിനെതിരെ ഫ്രാൻസ് അത്ര മികച്ച പ്രകടനമല്ല നടത്തിയത്. ഒരു ഘട്ടത്തിൽ 2 ഗോൾ അടിച്ച് ഫ്രാൻസിനെതിരെ സെനഗൽ ലീഡ് എടുക്കുമെന്ന ഫീല് പോലും ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്നു. പക്ഷേ 2-ാം പകുതിയിൽ കളി മാറി, കഥ മാറി. ഫ്രാൻസായി മികച്ച പ്രകടനം നടത്തി. അതിൽ സൂപ്പർ താരങ്ങൾ നിറഞ്ഞാടിയപ്പോൾ സൂപ്പർ താരങ്ങളുടെ സൂപ്പർ താരമായിട്ട് മൈക്കൽ ഒലീസെ പൊളിച്ചെടുക്കുന്ന പ്രകടനം ഞാൻ കണ്ടു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രകടനം ബോധിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഈ സീസണിലുടനീളം ഗംഭീരമായ പ്രകടനം അദ്ദേഹം ബയൺ മ്യൂണിക്കിൽ നടത്തിയതാണ്. അതിൻ്റെ ഒരു തുടർച്ച എല്ലാവരും പ്രതീക്ഷിച്ചതാണ് ഇവിടെ വേൾഡ് കപ്പിലും. ആ പ്രതീക്ഷക്കൊത്തവണ്ണമുള്ള പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സോ നമ്പർ 4 മൈക്കൽ ഒലീസെ. ദെൻ നമ്പർ 3 വരുമ്പോൾ അയൂബ് വാദി. പയ്യൻ, 18-കാരൻ പയ്യൻ, ബ്രസീലിനെ വട്ടം കറക്കിയ അയൂബ് വാദി. ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മത്സരം. മൊറോക്കോക്ക് വേണ്ടി ഗോൾ അടിച്ചത് സൈബരിയാണ്. അവനെ എന്തായാലും ബയൺ മ്യൂണിക്ക് പൊക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബുവാദി ഫ്രഞ്ച് ലീഗിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം മനോഹരമായിട്ടുള്ള കളിയാണ് പയ്യൻ കാഴ്ചവെച്ചത്. ഫ്രാൻസിൻ്റെ യൂത്ത് ടീമുകളിലൊക്കെ കളിച്ച ആളാണ്. ഒടുവിൽ ഫ്രാൻസിന് വേണ്ടി കളിക്കുന്നില്ല, സീനിയർ ഫുട്ബോളിൽ മൊറോക്കോക്ക് വേണ്ടി കളിക്കാമെന്നവൻ തീരുമാനിച്ചതാണ്. അങ്ങനെ അവിടെ ബ്രസീൽ പോലൊരു ടീമിനെതിരെ മധ്യനിര അവൻ പിടിച്ചടക്കി. ബ്രൂണോ ഗുയിമറസും കാസമിറോയും ലൂക്കാസ് പക്വേറ്റയും അണിനിരന്ന ബ്രസീലിൻ്റെ മധ്യനിരക്ക് മൈതാന മധ്യത്തിൽ കളി പിടിക്കാൻ കഴിയാതെ പോവാനുള്ള സുപ്രധാന കാരണം ഈ 18-കാരൻ്റെ മികവാണ്. അവൻ അതിമനോഹരമായിട്ട് ഡ്യുവൽസിൽ വിൻ ചെയ്യുന്നു, ബോൾ മുന്നോട്ട് സപ്ലൈ ചെയ്യുന്നു, ബ്രസീലിനെ ഇട്ട് വട്ടം കറക്കുന്നു. അയൂബ് ബുവാദി അറ്റ് നമ്പർ 3. നമ്പർ 2 ഒസീഞ്ഞ. സംശയമുണ്ട്, നിങ്ങൾക്ക് തർക്കമുണ്ട്. ഇപ്പോൾ ചിലർക്ക് ഒസീഞ്ഞ നമ്പർ 1 ആണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ റാങ്കിങ്ങിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷേ ഒസീഞ്ഞ ടോപ്പ് 3 എന്തായാലും വരുമെന്ന് നിങ്ങൾ സമ്മതിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. കാരണം
അദ്ദേഹം അമ്മാതിരി കളിയാണ് 40-ാം വയസ്സിൽ സ്പെയിനിനെതിരെ കേപ്പ് വെർദയ്ക്ക് വേണ്ടി പുറത്തെടുത്തത്. അറിയാലോ, അദ്ദേഹത്തിൻ്റെ കഥയൊക്കെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞാണ്. മുത്തശ്ശി എന്ന പോർച്ചുഗീസ് വാക്കിനർത്ഥം, വൊസീഞ്ഞ എന്ന പോർച്ചുഗീസ് വാക്കിനർത്ഥം മുത്തശ്ശി എന്നാണ്. അപ്പോൾ ആ കഥയും കാര്യങ്ങളൊക്കെ നമ്മൾ റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കളിയിൽ സ്പെയിനിനെ പോലൊരു ലോകോത്തര ടീം ഈ വേൾഡ് കപ്പിൽ ഹോട്ട് ഫേവറിറ്റുകളായിട്ട് എണ്ണുന്ന ടീമാണ് സ്പെയിൻ എന്ന കാര്യം ഓർക്കണം. അവരുടെ മുന്നേറ്റ നിരയുടെ എണ്ണം പറഞ്ഞ 7 ഷോട്ടുകളാണ് അദ്ദേഹം സേവ് ചെയ്തത്. ഏതാണ്ട് ഒറ്റ കൈ കൊണ്ട് ആ രാജ്യത്തെ മുഴുവനും ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് വൊസീഞ്ഞ. പോർച്ചുഗലിലെ 2nd ഡിവിഷൻ ലീഗിൽ ഷെവേസ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി കളിക്കുന്നയാൾ ലോകോത്തര ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുന്ന സ്പെയിനിൻ്റെ താരങ്ങളുടെ മുന്നിൽ നെഞ്ചു വിരിച്ചങ്ങ് നിന്നിട്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊന്നുമില്ല, നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് നമുക്ക് കാണിച്ചു തന്നൊരു കളിയാണത്. ആ ഹീറോ തീർച്ചയായിട്ടും നമ്മുടെ റാങ്കിങ്ങിൽ 2ാമത് വരുന്നു. നമ്പർ 1 ഒക്കെ പറയേണ്ടതുണ്ടോ? ഒരു മനുഷ്യനെ 38 വയസ്സ് കഴിഞ്ഞ് 39ലേക്ക് കടക്കാൻ പോകുന്നു. അതൊന്നും അയാൾക്കൊരു ചിന്തയിലില്ല. ഇപ്പോഴും 18, 19 എന്നൊക്കെ വിചാരം. അമ്മാതിരി കളിയാണ്. അൾജീരിയക്കെതിരെ അർജൻറ്റീന കംഫർട്ടബിളായിട്ട് 3 ഗോളുകൾക്ക് വിജയിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണക്കാരനേ ഉള്ളൂ, സാക്ഷാൽ ലിയോ മെസ്സി. ആ ലിയോ മെസ്സിയാണ് നമ്മുടെ ഈ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത്. ആ 3 ഗോളുകളെ, ആദ്യത്തെ ഗോൾ ഡി ബോൾ കൊടുത്തിട്ട് ബോളുമായിട്ട് പോയിട്ട് പെനാൽറ്റി ബോക്സിൻ്റെ പുറത്തുനിന്ന് അടിച്ചിട്ട് ലൂക്കാസ് ഇദാന് തടയാൻ അവസരം കൊടുക്കാതെ പന്ത് വലയിലേക്ക് എത്തിച്ചിട്ട് അദ്ദേഹം അങ്ങ് കരഞ്ഞു. കാരണം വലിയ സ്ട്രെസ്സിലൂടെയാണ് അത്രേ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത്. മെസ്സി അതെന്താണെന്ന് പറയുന്നില്ല, ഫുട്ബോളുമായി ബന്ധപ്പെട്ട വിഷയമല്ല എന്ന് പറയുന്നു. എന്നാൽ ചില സൂചനകൾ എന്താണെന്നൊക്കെ ചില അർജന്റീൻ മാധ്യമങ്ങൾ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പേഴ്സണൽ വിഷയം ആയതുകൊണ്ട് നമ്മളത് പങ്കുവെക്കുന്നില്ല. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകാം, ഇനി ഇല്ലെങ്കിൽ അതോടെ നിന്നോട്ടെ. മെസ്സി പറയാൻ ഇഷ്ടപ്പെടാത്ത കാര്യം ഇപ്പോൾ നമ്മളത് അങ്ങനെ പ്രചരിപ്പിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ഗോള് അത് റീബൗണ്ട് അടിച്ചതാണ്. പക്ഷേ റൈറ്റ് പ്ലേസിൽ അദ്ദേഹം കൃത്യമായിട്ട് എത്തിയിട്ട് പന്ത് വലയിലേക്ക് എത്തിച്ചു. 3ാമത്തെ ഗോളോ സൂപ്പർ ഗോൾ, അടുത്ത കിടിലൻ ഷോട്ട്, ഹാട്രിക്. 38ാമത്തെ വയസ്സിൽ 38 വയസ്സിൻ്റെ അവസാനത്തിൽ ഹാട്രിക് നേടിയിട്ട് ഫിഫ വേൾഡ് കപ്പിൽ ഹാട്രിക് അടിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് അങ്ങ് പൊക്കി. അതുമാത്രമോ, എത്ര റെക്കോർഡുകൾ ആ കളിയിൽ അദ്ദേഹം സ്വന്തമാക്കി. വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോൾ അടിക്കുന്ന താരമെന്ന റെക്കോർഡ് മിറോസ്ലാവ് ക്ലോസയ്ക്കൊപ്പം അദ്ദേഹം പങ്കുവച്ചു. അപ്പം അങ്ങനെ നമ്മെ വിസ്മയിപ്പിക്കുന്ന പ്രകടനം ഈ പ്രായത്തിലും കാഴ്ചവെക്കുന്ന ലിയോ മെസ്സി അറ്റ് നമ്പർ 1. അതാണ് റാഫ് ടോക്കിൻ്റെ ടോപ്പ് 5. ഒന്നുകൂടി പറയാം. നമ്പർ 1 ലിയോ മെസ്സി, നമ്പർ 2 വൊസീഞ്ഞ, നമ്പർ 3 അയൂബ് ബുആദി, നമ്പർ 4 ഒലീസെ, നമ്പർ 5 യാസിൻ അയാരി. എംബാപ്പയുടെ, ഹാരി കെയ്നയുടെ, ഏർലിംഗ് ഹാലൻഡയുടെ, അങ്ങനെ പറഞ്ഞ് പോകുമ്പോൾ കുറേ താരങ്ങളെ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അവരൊക്കെ നല്ല കളിയാണ് കളിച്ചത്. ആ കൂട്ടത്തിൽ ഫസ്റ്റ് റൗണ്ടിൽ ഏറ്റവും മിന്നിയെന്ന് എനിക്ക് തോന്നിയ 5 പേരുടെ ലിസ്റ്റാണ് ഞാൻ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും, അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിന് എത്താം.